നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു രാഷ്ട്രീയ രേഖയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക എന്ന തലക്കെട്ടിലുള്ള ഈ ഡോക്യുമെന്റ് കേരളത്തിന്റെ ഭാവിയെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ വാദങ്ങളെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ രേഖ തുടങ്ങുന്നത് തന്നെ വളരെ ശ്രദ്ധേയമായ ഈ ഒരു വാചകം വെച്ചാണ്. ഇത് അവരുടെ മുഴുവൻ ആശയങ്ങളുടെയും ഒരു അടിത്തറയാണെന്ന് പറയാം. അതായത്, എന്താണ് കേരളത്തിന്റെ യഥാർത്ഥ ശക്തി, ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് ശരിക്കും അപകടത്തിലായിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഇതിലുണ്ട്. ഇത് വെറുമൊരു ഭംഗിവാക്കല്ല, അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ കാതൽ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഈയൊരു ഡോക്യുമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം കേരളത്തിന്റെ മതേതര അടിത്തറയെക്കുറിച്ച് പറയുന്നു. പിന്നെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ അപകടങ്ങളെപ്പറ്റിയൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. തുടർന്ന് വരുന്നത് LDF സർക്കാരിനെതിരായ വിമർശനമാണ്. പിന്നെ ഒരു ബദലായി UDFനെ അവതരിപ്പിക്കുന്നു. അവസാനം വോട്ടർമാരോടുള്ള ഒരു ആഹ്വാനത്തോടെ ഇത് അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. കേരളം എന്ന ആശയത്തെ നിർവചിച്ചുകൊണ്ടാണ് ഈ രേഖ തുടങ്ങുന്നത്. എന്താണ് ശരിക്കും കേരളത്തിന്റെ ഐഡന്റിറ്റി? ആ ഒരു ചോദ്യത്തിനാണ് അവർ ആദ്യം ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. അതായത്, ഈ രേഖ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന്റെ യഥാർത്ഥ ശക്തി വലിയ കെട്ടിടങ്ങളോ റോഡുകളോ ഒന്നുമല്ല, മറിച്ച് ഇവിടുത്തെ മനുഷ്യർക്കിടയിലുള്ള ഒരുമയും സമാധാനവുമാണ്. വികസനമെന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതാവണം എന്നാണ് അവർ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈയൊരു സൗഹാർദ്ദത്തിന്റെ അടിത്തറ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ രേഖ ചൂണ്ടിക്കാണിക്കുന്നത് കേരള നവോത്ഥാനത്തെയാണ്. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് നമ്മളെ പഠിപ്പിച്ച ആ ചരിത്രപരമായ മുന്നേറ്റമാണ് കേരളത്തിന് ഇന്നത്തെ ഈയൊരു മതേതര മുഖം നൽകിയത് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ശരി, അപ്പോൾ കേരളത്തിന്റെ ഈയൊരു അടിത്തറയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം രേഖ നേരെ കടക്കുന്നത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിലേക്കാണ്. അതായത്, ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വളർച്ച. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഒരു വശത്ത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന സൗഹാർദ്ദം, മതേതരത്വം പോലുള്ള ആശയങ്ങൾ, മറുവശത്തോ വെറുപ്പും വിഭജനവും കൊണ്ട് ആളുകളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം. ഈ വിഭജന രാഷ്ട്രീയത്തിന് പിന്നിൽ പ്രധാനമായും സംഘപരിവാറാണെന്നും ഈ രേഖയിൽ അവരെടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖയുടെ കാഴ്ചപ്പാടിൽ ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇത് വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ആ രാഷ്ട്രീയത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇനിയാണ് നമ്മൾ ഈ ഡോക്യുമെന്റിലെ ഏറ്റവും സങ്കീർണമായ, ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തേക്ക് വരുന്നത്. അതായത്, ഇപ്പോഴത്തെ LDF സർക്കാരിനെതിരെയുള്ള അവരുടെ വിമർശനങ്ങൾ. CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെ വളരെ ഗൗരവമുള്ള ചില ആരോപണങ്ങളാണ് വെൽഫെയർ പാർട്ടി ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കിയെന്നതാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചു, ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ഭിന്നത വളർത്താൻ ശ്രമിച്ചു എന്നിങ്ങനെയുള്ള കടുത്ത വിമർശനങ്ങളും ഈ രേഖയിൽ നമുക്ക് കാണാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ പെരുമാറിയത്? അതിന് കാരണമായി ഈ രേഖ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അതിനുള്ള കാരണമായി അവർ പറയുന്നത് ഇതാണ്: ഭരണത്തിൽ തുടർന്നും വരണമെന്നുള്ള ആഗ്രഹം കാരണം CPM അവരുടെ അടിസ്ഥാന മതേതര നിലപാടുകളിൽ വെള്ളം ചേർത്തു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് അവസാനം ഗുണം ചെയ്തത് അവരെതിർക്കുന്നു എന്ന് പറയുന്ന അതേ വിദ്വേഷ രാഷ്ട്രീയ ശക്തികൾക്കാണ്. അതായത്, സംഘപരിവാറിന് വളരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു എന്നാണ് വിമർശനം. ഓക്കെ, അപ്പോൾ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയവും പ്രശ്നമാണ്, LDFന്റെ നയങ്ങളും പ്രശ്നമാണെങ്കിൽ പിന്നെന്താണൊരു പോംവഴി? വെൽഫെയർ പാർട്ടി നിർദ്ദേശിക്കുന്ന ബദൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അവരുടെ ലോജിക് ഇങ്ങനെയാണ്: 1. സംഘപരിവാറും LDFും ഒരുപോലെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന് ഭീഷണിയാണ്. 2. 10 വർഷം തുടർച്ചയായി ഭരിച്ചതുകൊണ്ട് LDF ഇപ്പോൾ പ്രശ്നത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ്, ഈ 2 ശക്തികളെയും ഒരുമിച്ച് നേരിടാൻ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഓപ്ഷൻ UDF ആണ്. ഇതാണ് ഈ രേഖയുടെ ഒരു ഫൈനൽ കൺക്ലൂഷൻ. LDFന് ഇനിയും ഒരു അവസരം കൊടുത്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരോട് ഈ രേഖ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയെല്ലാം ഇടതുപക്ഷം തകർന്നപ്പോൾ ആ രാഷ്ട്രീയ ഇടത്തിലേക്ക് കയറി വന്നത് BJP ആണ്. അതുപോലൊരു അവസ്ഥ കേരളത്തിലുണ്ടാകരുത് എന്നൊരു ശക്തമായ മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ശരി, ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഈ രേഖ വോട്ടർമാരോട് നേരിട്ട് എന്താണ് പറയുന്നത്? എന്താണ് അവരുടെ അവസാനത്തെ ആഹ്വാനം? ഇവിടെ അവർ ഉത്തരവാദിത്തം പൂർണ്ണമായും ജനങ്ങളുടെ കൈകളിലേക്ക് വെച്ചുകൊടുക്കുകയാണ്. അതായത്,
കേരളത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ അല്ല, മറിച്ച് ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധമാണ്. പന്ത് ഇപ്പോൾ നമ്മുടെയെല്ലാം കോർട്ടിലാണെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആഹ്വാനത്തെ ഈയൊരു വാചകത്തിൽ ചുരുക്കാം: നമുക്ക് വോട്ടുകൊണ്ട് വെറുപ്പിന്റെ വിഭജനങ്ങളുടെ രാഷ്ട്രീയങ്ങളെ അകറ്റി നിർത്താം. വളരെ ലളിതവും വ്യക്തവുമായൊരു സന്ദേശമാണിത്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഈയൊരു രാഷ്ട്രീയ രേഖ നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമ്മുടെല്ലാം മനസ്സിൽ ബാക്കി നിൽക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 9 വോട്ടെടുപ്പ് അത് വെറുമൊരു ഭരണമാറ്റത്തിനുള്ള വിധിയെഴുത്തായിരിക്കുമോ? അതോ കേരളം ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച ആ സാമൂഹിക ഐക്യത്തിൻ്റെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന ഒന്നായി മാറുമോ? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.